എന്നിട്ടും എല്ലാവർക്കും 15-ാം കൊല്ലം വെച്ച് പുളുത്തിക്കോളാൻ വയ്യായിരുന്നല്ലോ ആൾക്കാർക്ക്. 15-ാം കൊല്ലം അദ്ദേഹത്തിന് അങ്ങോട്ട് കയറ്റിയിരുത്തിക്കോളാൻ വയ്യായിരുന്നല്ലേ. ഈ പിണറായി ഇനി മുഖ്യമന്ത്രി ആക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തണമായിരുന്നു. മുഖ്യമന്ത്രി ഇനി ഇല്ല, ഒരാളെ എടുത്തു കാണിച്ചുകൊണ്ട് പ്രചരണം നടത്തിയിരുന്നെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഒരിക്കലും വരില്ല. പാർട്ടി തോറ്റ് അത് വേറെ അല്ലേ. കാരണം വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും കാര്യങ്ങളും ഇങ്ങനൊന്നും ആവരുത്. അദ്ദേഹം അങ്ങനെ ആവാൻ പാടില്ല. അദ്ദേഹം ഇനി തനിയെ ഇരിക്കുമ്പോൾ അതൊന്ന് ചിന്തിക്കണം. എന്തിനു വേണ്ടിയാണ് ഈ അഹങ്കാരമൊക്കെ കാണിച്ചത്? എന്തിനു വേണ്ടി? ആര് വിലമതിക്കും? ആരെങ്കിലും ബഹുമാനിക്കൂ? ധാർഷ്ട്യം അത് പാടില്ല. ആരാണെങ്കിലും ആ ധാർഷ്ട്യം പാടില്ല. ഇനി ഭരിക്കാൻ വരുന്നവരോട് പറയാണ് ഈ ധാർഷ്ട്യം ഒന്നും വെച്ച് പുറത്ത് ആരും മൈൻഡ് ചെയ്യത്തില്ല. ഒരു മനുഷ്യനും ഒരു രോമത്തിന്റെ വില പോലും തരത്തില്ല. മന്ത്രി ഇവിടെ എവിടെ തരംഗം ഉണ്ടായ ആ തരംഗം ഉണ്ടെങ്കിൽ ഇവര് തോക്കുവോ? ഒരിക്കലും തരംഗം ഉണ്ടായിട്ടില്ല. തരംഗം ഉണ്ടായെങ്കിൽ അവർ തോക്കുവോ? അവരെ പാർട്ടിക്കാർ തന്നെ വോട്ട് ചെയ്ത് അദ്ദേഹം ജയിച്ചാനല്ലേ. ഇതിനകത്ത് ഇത് മൂക്കുകുത്തി താഴെ വീഴില്ലായിരുന്നു. പിണറായി വിജയൻ 15-ാമത്തെ കൊല്ലം കടന്നേനെ, ഉറപ്പായിട്ടും കടന്നേനെ. പക്ഷേ അതിന് അദ്ദേഹത്തിന് പറ്റിയ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പറ്റിയ, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ആൾക്കാരിൽ നിന്ന് പറ്റിയ ചില കുഴപ്പങ്ങളാണ്. കാരണം അടക്കി ആക്ഷേപിക്കുന്ന പോലായിപ്പോയി. മുഴുവനും പേര് അടക്കി ആക്ഷേപിക്കുന്നത് പോലായിപ്പോയി. ആവശ്യമുള്ളതിനില്ലാത്തതിനെല്ലാം കൈകടത്തി ആവശ്യമില്ലാതെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചു. അത് പാടില്ലായിരുന്നു. ഒരു വിവാഹം ആൾക്കാരെ മാത്രം ചേർത്ത് നിർത്തിയിട്ട് അവരെ അങ്ങ് പൊന്നുപൂശി അവരൊപ്പം നിർത്തുക. പിന്നെ മാത്രമല്ല, അദ്ദേഹം ഈ ബസ്സിനകത്ത് കയറിയുള്ള യാത്ര ചെയ്തത്, അത് മതിലും പൊളിച്ചു മാറ്റി വണ്ടി അതൊക്കെ തെറ്റാണ് കാണിച്ചത്. ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്, ജനാധിപത്യ രാജ്യമാണ്. അതൊക്കെ തെറ്റായി ഇത്രയും ലക്ഷം രൂപയുടെ പിന്നെ കക്കൂസും ലിസ്റ്റും ഒക്കെ ഉണ്ടാക്കിയ ഒരു ബസ്, ആ പണം ഉണ്ടെങ്കിൽ ഒരു 8-10 പാവങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുത്തിട്ടായിരുന്നു. എന്തിനു വേണ്ടി അദ്ദേഹം ഈ യാത്ര നടത്തിയേ? ഏത് കാര്യത്തിന് ഇവരെയും കൊണ്ട് ഈ ചുമന്നുകൊണ്ട് ഈ യാത്ര നടത്തിയത്? മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറേ മന്ത്രിമാര് സത്യം പറഞ്ഞ അക്ഷരാഭ്യാസം ഇല്ലാത്ത പോലാണ് അവരുടെയൊക്കെ പെരുമാറ്റം ഉണ്ടായത്. അതറിയോ? അത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. കുട്ടികൾ ഈ വാർത്തയൊക്കെ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കേണ്ടതാണ്. വാർത്തകൾ കേൾക്കണം. ഇത് നമുക്കിവിടെ നിന്നൊരു രാഷ്ട്രീയം അനിവാര്യമാണ്. ആ രാഷ്ട്രീയത്തിൽ കണ്ടു വളർന്നു വരാനുള്ള കുട്ടികളുണ്ട്. അതൊക്കെ മനസ്സിലാക്കണം. ഇദ്ദേഹം കയറി പിന്നെ ചേംബറിൽ കയറി എല്ലാം വാലിച്ച് പാറിച്ച് എന്തോരു അഭ്യാസങ്ങളാണ് ശിവൻകുട്ടി ചെയ്തത്. അയാൾ ഒന്നിലൊരു വിദ്യാഭ്യാസ മന്ത്രിയല്ലായിരുന്നു. ആ ഒരു വിവരം അദ്ദേഹത്തിന് കാണിച്ചതാണ്. അപ്പം ഇദ്ദേഹത്തിന് അത് താക്കീത് ചെയ്യാമായിരുന്നു. അപ്പം പലരും ചെയ്ത തെറ്റുകളല്ല ഇദ്ദേഹത്തിന്റെ പെടലിൽ വന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിന് ധാർഷ്ട്യം അത് പാടില്ല. ആരാണെങ്കിലും ആ ധാർഷ്ട്യം പാടില്ല. ഇനി ഭരിക്കാൻ വരുന്നവരോട് പറയാണ് ഈ ധാർഷ്ട്യം ഒന്നും വെച്ച് പുറത്ത് ആരും മൈൻഡ് ചെയ്യത്തില്ല. ഒരു മനുഷ്യനും ഒരു രോമത്തിന്റെ വില പോലും തരത്തില്ല. മന്ത്രിയല്ല ഇനി ആരെന്ന് പറഞ്ഞാല്. അതുകൊണ്ട് പിണറായി വിജയന്റെ ആ ഒരൊറ്റ അയാളുടെ രീതിയും പെരുമാറ്റവും ജനങ്ങളോട് അവസാന നിമിഷങ്ങളിലൊക്കെ കാണിച്ചു വന്ന ആ രീതി, ഒരു വിവാഹത്തിനോട് മാത്രം സിമ്പതി കാണിച്ചു. അവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ എന്തും നടക്കും, ആര് തന്നില്ലോട്ട് അവര് തന്നോളും എന്നുള്ള തെറ്റിദ്ധാരണയാണ് പിണറായിക്ക് വന്ന ഏറ്റവും വലിയ അപകടകരമായ ആ ഒരു തോൽവി. അത് എവിടെ തരംഗം ഉണ്ടായ ആ തരംഗം ഉണ്ടെങ്കിൽ ഇവര് തോക്കുവോ? ഒരിക്കലും തരംഗം ഉണ്ടായിട്ടില്ല. തരംഗം ഉണ്ടായെങ്കിൽ അവർ തോക്കുവോ? അവരെ പാർട്ടിക്കാർ തന്നെ വോട്ട് ചെയ്ത് അദ്ദേഹം ജയിച്ചാനല്ലേ. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എത്ര പേരുണ്ട്? പലരും ഉണ്ട്. അവരെല്ലാം വെറുപ്പിച്ചില്ലയോ? എന്തിനിങ്ങനെ സംഭവിച്ചത്? എന്താണ് ശരിക്കും സംഭവിച്ചത്? പിണറായി വിജയന്റെ കഴിഞ്ഞ 5 കൊല്ലത്തിന്റെ ഭരണത്തിന്റെ പോരാക്കുറവാണ്. ആ ഭരണത്തിന്റെ പോരാക്കുറവ് നമ്മൾ ജനങ്ങളെ പണ്ട് കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇല്ല പട്ടിക്ക് എല്ലിട്ട് കൊടുത്ത് പിടിക്കുന്നത് പോലെ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് പിടിക്കാന്ന് വെച്ചാൽ അത് പണ്ട് കാലത്ത് വന്നു. ഇപ്പൊ നടക്കത്തില്ല. അത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ട് കൊടുക്കുന്നതും അല്ലെന്ന് നമ്മൾ തന്നെ സ്വയം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വിവരമില്ല, പട്ടിണി മാറ്റാൻ വേണ്ടി പലരും ഓടി നടക്കും. എന്ത് കൊടുത്താലും പറയുന്ന കേക്കും മേടിച്ച് തിന്നും. പക്ഷെ ഇപ്പൊ അതല്ല, കാലം മാറിപ്പോയി. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. ഇങ്ങനെയൊന്നും ആവരുതായിരുന്നു. കാര്യം ഉദ്യോഗസ്ഥരുടെ അടുത്താണെങ്കിലും പിന്നെ സാധാരണ ഒരു പൗരന്റെ അടുത്ത് ഒരാളുടെ അടുത്താണെങ്കിലും വോട്ട് ചെയ്ത വ്യക്തികളോടാണെങ്കിലും ഏതൊരു വ്യക്തിയാണോ നമുക്ക് വോട്ട് ചെയ്ത ഏതൊരു വ്യക്തി, നമുക്കറിയില്ല ആരൊക്കെ നമുക്ക് വോട്ട് ചെയ്ത, അപ്പം വരുന്ന വ്യക്തികളെ മാനിക്കാൻ ഒരു സാമാന്യ ഒരു മര്യാദ കാണിക്കണമായിരുന്നു. എത്രയോ വേദികളിൽ അദ്ദേഹം നമ്മുടെ നയനാരെ കണ്ടുപിടി, നമ്മുടെ അച്യുതാനന്ദനെ കണ്ടുപിടി, ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെയൊക്കെ കണ്ടുപിടി. ഇതൊക്കെ ഒരു പാഠപുസ്തകമല്ലേ നമ്മുടെ മുന്നില്. ഇദ്ദേഹത്തിന് എന്താ മുഖത്തിനൊരു പ്രസന്നത വന്നുകൂടായിരുന്നോ? ഒരു മനുഷ്യൻ അദ്ദേഹം ചിരിച്ച് ആ ചെടിച്ചട്ടി എടുത്ത് ഒരുത്തന്റെ തലക്കടിച്ച്
അടിക്കുന്ന കണ്ടപ്പം അയാളെ ഞങ്ങളുടെ ആൾക്കാരെ അങ്ങ് രക്ഷിക്കുകയാണെന്നും പറഞ്ഞ അന്നേരം ഇരുന്ന് പുള്ളി ഒന്ന് നല്ല പോലെ വെളുക്ക ചിരിച്ച അല്ലാതൊരു ചിരി എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ? അത് തെറ്റല്ലേ അദ്ദേഹം കാണിച്ചത്? അപ്പൊ കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹം ഒപ്പം നിർത്തിയവര് അവരെയും ഭയപ്പെടുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തൊക്കെ ഒരു സംഭവമാണ്, ഇത് ഇവിടുത്തെ ഏതാണ്ട് ഒരാളാണ് എന്ന് സ്വയം വരുത്തി തീർത്ത് ഒരു ഭീതി പരത്തിക്കളഞ്ഞു ആൾക്കാര്. ഒരു പരാജയമല്ല, വ്യക്തിയില്ല, പാർട്ടിയുടെ പരാജയം നമുക്ക് പറയാൻ പറ്റില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പാർട്ടി നല്ല കഴിവുറ്റ ആൾക്കാർ കിടപ്പില്ലായിരുന്നു ഇവിടെ, കഴിവുറ്റ ആൾക്കാർ കൊല്ലത്ത് ഇവിടെ